ഹലോ ഗായ്സ്, അപ്പോൾ നമുക്കിന്നൊരു ഷവായി റെസിപ്പി കണ്ടാലോ? ഇതാ നല്ല ഗ്രില്ല് ചെയ്തെടുത്ത അടിപൊളി ഷവായി. അപ്പോൾ നമുക്ക് അതിനാവശ്യം എന്താണ്ട് ഇതേപോലത്തെ ചിക്കൻ ലെഗ് പീസ് അല്ല, നല്ല വലിയ പീസായിട്ട് നമ്മൾ കടയിൽ പറയുമ്പോൾ തന്നെ അവർ ഈ രീതിക്കായിരിക്കും കട്ട് ചെയ്ത് തരാം. അപ്പോൾ നമുക്ക് അതിനതായി ഇങ്ങനെ ഒന്ന് വരിഞ്ഞെടുക്കണം. കത്തി കൊണ്ട് വരിഞ്ഞ് കൊടുത്താലേ അതിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് അതിൻ്റെ കൂട്ടൊക്കെ ആവുള്ളൂ, എങ്കിലേ ടേസ്റ്റ് ഉള്ളൂ. അതിനുശേഷം നമുക്ക് അതിനുള്ള കൂട്ട് റെഡിയാക്കാം. അതിന് നമ്മൾക്ക് കുരുമുളക് വേണം. കുരുമുളക് ഇവിടെ മുഴുവൻ കുരുമുളകേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഇട്ടതിന് ശേഷം കുഞ്ഞായിട്ടരിഞ്ഞ വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ അതുപോലെ തന്നെ മല്ലിയില, അത് നന്നായി കുഞ്ഞായിട്ട് കുറച്ച് അടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട്, പിന്നെ പുതിന ഇലയും പിന്നെ അതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞ തക്കാളിയും പച്ചമുളകും കൂടെ ഇട്ട് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കണം. നമുക്ക് മസാലയിൽ ഇങ്ങനെ നല്ലതുപോലെ ക്രീമായിട്ട് ഇടണമെങ്കിൽ എല്ലാ ഭാഗത്ത് നമുക്ക് നന്നായിട്ട് ഇതാക്കാൻ പറ്റും. എന്നിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കിയതിന് ശേഷം ഒരു പാത്രത്തിൽ നമ്മൾ മസാലകൾ എടുക്കണം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ചിക്കൻ ഇടാനുള്ള മസാലപ്പൊടി, പിന്നെ കുറച്ച് നാരങ്ങയും തൈരും കൊണ്ടാണ് ഇത് മിക്സാക്കി എടുക്കാനുള്ളത്. തൈര് കൊണ്ട് ഇതെല്ലാം നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച പേസ്റ്റില്ലേ, ആ പേസ്റ്റും കൂടെ ഇതിലോട്ട് ഒഴിച്ച് ആവശ്യത്തിന് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പാകത്തിനുള്ള ഉപ്പ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഓരോ ഇങ്ങനെ ഇതാക്കി വെച്ച് ഈ വരിഞ്ഞ് വെച്ച ചിക്കൻ പീസ് എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിലൊന്ന് മിക്സാക്കി എടുത്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ നമ്മൾ ഈവനിങ് ആണ് വെക്കുന്നതെങ്കിൽ ഉച്ചയ്ക്ക് തന്നെ നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ ഇട്ട് വെച്ചാൽ നന്നായിട്ട് അതിൽ കൂട്ടൊക്കെ പിടിക്കും. അതിനുശേഷം എന്താ ഇതേപോലെ നമ്മൾ കരിയൊക്കെ ഇട്ട് അടുപ്പ് സെറ്റ് ചെയ്ത് ഇതിൽ കാണുന്ന പോലെ തീയിട്ട് അത് നല്ല കനലാക്കി ഫാൻ ഇട്ട് കൊടുക്കണമെങ്കിൽ ആ കനൽ നന്നായിട്ട് കത്തി എരിഞ്ഞിരിക്കുകയുള്ളൂ. തീ പാടില്ല, കനലിലുള്ള ചെറിയ തീ മാത്രമേ പാടുള്ളൂ. ഇതുപോലെ ഗ്രില്ല് വെച്ച് പീസ് അതിലിട്ടതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി എണ്ണയൊക്കെ തേച്ച് അപ്പുറം ഇപ്പുറം തിരിച്ച് മറിച്ചിട്ടെടുത്താൽ നമ്മളുടെ ഗ്രിൽ ചിക്കൻ റെഡിയായി. സൂപ്പർ ടേസ്റ്റാണ്. എന്നാൽ പിന്നെ അത്രയേ ഉള്ളൂ ഗായ്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാനും മറക്കണ്ട. ടാറ്റാ.